Hi dears, welcome back. This is 5th online class for informatics, core paper for 5th semester BA English. We have been discussing module 1, general introduction. We already gone through history of computer developments and evolution of computers. And in evolution, the topics we already discussed are early days of computer development, birth of computer, first generation of computers, second generation of computers, and third generation of computers. And in this video, we are going to discuss development advantage, disadvantage from the fourth generation of computers and fifth generation of computers. Fourth generation. Developments of computers during fourth generation. And its period is 1975 to 1985. Computer technology had advanced so rapidly that computers could fit on a disk, and these were called microcomputers. As we have been discussing features of computers during this period, during fourth generation, developments or advancement of computers were marked so rapidly in this period, and it became very small as they could fit on a disk, on a simple disk. നമുക്കറിയാം കഴിഞ്ഞ ജനറേഷനിലെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ താരതമ്യേന സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ റൂം തന്നെ ഫിറ്റ് ചെയ്യാൻ ആവശ്യമായി വരികയോ അല്ലെങ്കിൽ പോർട്ടബിളിന് സാധിക്കാത്ത രൂപത്തിലുള്ള സൈസ് ഉള്ളതോ ആയിരുന്നു. പക്ഷേ ഫോർത്ത് ജനറേഷൻ ആയപ്പോഴേക്ക് അതിന്റെ സൈസ് വളരെ ചെറുതായി ഒരു ഡെസ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് സ്മോൾ ആയി എന്നതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. സോ കമ്പ്യൂട്ടേഴ്സ് ഫ്രം ദിസ് ജനറേഷൻ വേർ കാൾഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തെ കമ്പ്യൂട്ടേഴ്സിനെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. The Altair 8800 was the first microcomputer in that time, and it debuted in 1975. The first mini computer of that time was the Altair 8800, and it was debuted in 1975. The first appearance of 8800 in society, or the first performance to public, in 1975. അരങ്ങേറ്റം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ആദ്യത്തെ അപ്പിയറൻസ്, ആദ്യത്തെ പെർഫോമൻസ്, അതിൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം 1975 Bill Gates and Paul Allen founded Microsoft with a programming language called Altair Basic, made specially for the 8800. വേൾഡ് ഫേമസ് ആയ ബിൽ ഗേറ്റ്സിനെ അറിയാത്തവരുണ്ടാവില്ല. വില്യം ഹെൻറി ഗേറ്റ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ദ കോ ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. അമേരിക്കക്കാരനായ ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ പോൾ അലനും സംയുക്തമായി ചേർന്നാണ് 1975 ഏപ്രിൽ 4 യു എസിലെ ന്യൂ മെക്സിക്കോയിൽ അത്തരമൊരു മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിക്കുന്നത്. ബിൽ ഗേറ്റ്സിനെ പോലെ തന്നെ പോൾ അലനും അമേരിക്കൻ ബിസിനസ് മാഗ്നറ്റ് തന്നെയാണ്, കോ ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. അവർ അത്തരമൊരു കമ്പനി സ്ഥാപിക്കുകയും അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവർ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അത് പ്രധാനമായിട്ടും ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടറായ ആൾട്ടെയർ 8800 വേണ്ടിയായിരുന്നു. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പേരാണ് ആൾട്ടെയർ ബേസിക്. കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ നമുക്കറിയാം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പ്രൊഡ്യൂസ് വേരിയസ് കൈൻഡ് ഓഫ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടറിന്റെ വ്യത്യസ്തങ്ങളായ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നൽകുന്ന, കമ്പ്യൂട്ടറിനകത്ത് നൽകുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്നാൽ ദെൻ ഫോർത്ത് ജനറേഷനിലാണ് ഇതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കഴിഞ്ഞ ജനറേഷനുകളില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സുകളോട് കൂടിയ കമ്പ്യൂട്ടേഴ്സ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമൊക്കെ വന്നിട്ടുള്ളത് ഫോർത്ത് ജനറേഷൻ പീരീഡിലാണ്. എ സ്മോൾ കമ്പനി കാൾഡ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇങ്ക് was established in 1976, an Apple I computer that quickly gained popularity. വേൾഡ് ഫേമസ് ആയ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അവരുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഈ ഒരു പീരീഡിലാണ്, 1976. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ആപ്പിൾ കമ്പ്യൂട്ടർ ഇങ്ക് 1976 ഏപ്രിൽ 1 സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയ ആപ്പിൾ I, ആ ആപ്പിൾ I കമ്പ്യൂട്ടർ ഗെയിൻഡ് പോപ്പുലാരിറ്റി. അതിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയ ആപ്പിൾ I ജനങ്ങൾക്കിടയിൽ അതിന്റെ ഫീച്ചേഴ്സ് കാരണം വലിയ പോപ്പുലാരിറ്റി ലഭിക്കുകയുണ്ടായി.
It came with a keyboard and only required a monitor to be plugged into the back of the system, which was a novel idea for a computer at that time. The Apple II ushered in the era of a personal computing. ആപ്പിൾ വൺ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് കീബോർഡും മോണിറ്ററും അവ തമ്മിൽ പരസ്പരം പ്ലഗ് ചെയ്താൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നതാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീബോർഡും അതിന് അനുബന്ധിച്ച ചില സിസ്റ്റങ്ങളും അതോടൊപ്പം ഒരു ബാക്കൊക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടറും കൂടി പരസ്പരം പ്ലഗ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം മുമ്പുണ്ടായിരുന്ന ജനറേഷനുകളിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ നോവൽ ഐഡിയ ഫോർ ഇൻ കമ്പ്യൂട്ടർ അറ്റ് ദാറ്റ് ടൈം. അത് കമ്പ്യൂട്ടർ നിർമ്മാണ രംഗത്തെ ഏറ്റവും പുതിയ ഒരു നോവൽ ഐഡിയ തന്നെയായിരുന്നു. ഈ അഡ്വാൻസ്മെന്റും നടന്നിരിക്കുന്നത് 4th ജനറേഷൻ പീരീഡിലാണ്. ദെൻ ആപ്പിൾ ടു അഷേർഡ് ഇൻ ദ ഇയർ ഓഫ് എ പേഴ്സണൽ കമ്പ്യൂട്ടിംഗ്. പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഒരു ഫോറണ്ണർ എസ്കോർട്ട് ചെയ്യുന്ന ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ആപ്പിൾ ടു. അതുവരെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കോ അത്തരം വലിയ സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ആപ്പിൾ ടു ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി പേഴ്സണൽ കമ്പ്യൂട്ടിംഗ്, ഓരോരുത്തർക്കും വ്യക്തിപരമായ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും ഉള്ള സൗകര്യം അതിന്റെ പോർട്ടബിലിറ്റി കൊണ്ടും അതിന്റെ വില കുറവ് കൊണ്ടും അതിന്റെ സൗകര്യങ്ങൾ കൊണ്ടും വളരെ ഈസിയായി ഫംഗ്ഷൻ ചെയ്യാനുള്ള സൗകര്യം കൊണ്ടൊക്കെയായി പേഴ്സണൽ കമ്പ്യൂട്ടർ രംഗത്ത് ആപ്പിൾ ടു വലിയ കരുത്ത് പകരുകയും ചെയ്തു. In 1981, Microsoft Disk Operating System (MS-DOS) was released and it became the most popular operating system in the world. And in 1984, Apple introduced their Mac OS, which was the first operating system to be completely graphical. നമുക്കറിയാം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ വിൻഡോസിൻ്റെയോ അല്ലെങ്കിൽ ഉബുണ്ടുവിൻ്റെയൊക്കെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1981 മൈക്രോസോഫ്റ്റ് കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതാണ് ഫസ്റ്റ് റിലീസ് ചെയ്യപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ഇറ്റ് ബിക്കം മോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ വേൾഡ്. ആൻഡ് ഇൻ 1984 ആപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് ദെയർ മാക് OS. ആപ്പിൾ കമ്പനി 1984 അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മാക് OS റിലീസ് ചെയ്യപ്പെട്ടു. അതിന് ഏറ്റവും വലിയൊരു അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്രാഫിക്കൽ ആയിരുന്നു എന്നതാണ്. 4th ജനറേഷൻ കമ്പ്യൂട്ടർ മറ്റൊരു അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് വേർ നൗ ബീങ് കൺട്രോൾഡ് വിത്ത് മൗസ് ആസ് വെൽ ആസ് എ കീബോർഡ്. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു കീബോർഡ് കൊണ്ടും മൗസ് കൊണ്ടും കമ്പ്യൂട്ടർ മൊത്തത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നത് 4th ജനറേഷൻ പീരീഡ് മുതലായിരുന്നു. The first mouse was developed in 1981 by Xerox. Computer networks and email became much more prevalent as well. മൗസ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത് 1981 സെറോക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതുപോലെ 4th ജനറേഷൻ മറ്റൊരു പ്രത്യേകത ഇമെയിലിന്റെയും നെറ്റ്വർക്സിന്റെയും ഉപയോഗം വളരെ വ്യാപകമായി നടന്നു എന്നതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഡാറ്റകൾ മറ്റു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യുന്ന നെറ്റ്വർക്സ്, അതുപോലെ കേബിളിന്റെയോ മറ്റോ സഹായമല്ലാതെ പരസ്പരം കണക്റ്റഡ് ആയ കമ്പ്യൂട്ടറുകൾ തമ്മിൽ വളരെ വിദൂരതയിലേക്ക് ഡാറ്റ കൈമാറ്റം ചെയ്യുന്ന സിസ്റ്റം, ഇമെയിൽ സംവിധാനം വളരെ വ്യാപകമായി ഉപയോഗിച്ചതും ഈ 4th ജനറേഷൻ പീരീഡ് മുതലാണ്. ഫസ്റ്റ് ട്രൂലി പോർട്ടബിൾ കമ്പ്യൂട്ടർ കാൾഡ് Osborne 1 was released in 1981 and Cray 1, one of the super computer, was released in 1976 by Cray Research. And another advanced computer from the 4th generation was Osborne 1. Osborne 1 എന്ന കമ്പ്യൂട്ടർ ആയിരുന്നു ഫസ്റ്റ് ട്രൂലി പോർട്ടബിൾ കമ്പ്യൂട്ടർ. ഒരു സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും സൗകര്യത്തോടു കൂടി മറ്റൊരു സ്ഥലത്തേക്ക് വളരെ ഈസി ആയിട്ട് പോർട്ട് ചെയ്യാൻ പറ്റുന്ന, കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ എന്നുള്ളത് Osborne 1 ആയിരുന്നു. അതുപോലെ 4th ജനറേഷനിലെ കമ്പ്യൂട്ടർ മറ്റൊരു പ്രത്യേകതയായിരുന്നു സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രംഗപ്രവേശനം. ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആ കാലത്ത് റിലീസ് ചെയ്യപ്പെട്ടു. വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, റിസൾട്ട് കിട്ടുന്ന കമ്പ്യൂട്ടർ ആ കാലത്ത് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് Cray 1. Cray 1 എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ റിലീസ് ചെയ്തത് 1976 ബൈ Cray Research. And this generation was also important for the development of embedded system. 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് മറ്റൊരു പ്രത്യേകത ഡെവലപ്മെന്റ് ഓഫ് എംബെഡഡ് സിസ്റ്റം. ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കമ്പ്യൂട്ടറുകൾ ഡെവലപ്പ് ചെയ്തു വന്നു എന്നത് 4th ജനറേഷൻ കമ്പ്യൂട്ടറുടെ പ്രത്യേകതയായിരുന്നു. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. When we compare to 3rd generation computers or previous generation computers, there are
lot of advancement or advantages in fourth generation computers. നേരത്തെ നാം പറഞ്ഞതുപോലെ ഒരു ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് നമ്മൾ പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള ജനറേഷനുമായി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജനറേഷനുമായി കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറയേണ്ടത്. അഡ്വാൻറ്റേജസ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സ്മോളസ്റ്റ് ഇൻ സൈസ് ബിക്കോസ് ഓഫ് ഹൈ ഡെൻസിറ്റി ഓഫ് കോമ്പോണൻസ് ഇൻ എ സിംഗിൾ ചിപ്പ്. കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പോണന്റ് ഒരു പാർട്ടിന്റെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, ഹൈ വോളിയം ഓഫ് ഡെൻസിറ്റി ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ വെരി സ്മോളസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആ കാലത്തെ ഫോർത്ത് ജനറേഷൻ പീരീഡ് നിർമ്മിക്കാൻ സാധിച്ചിരുന്നു. നെക്സ്റ്റ്, more reliable. When we compare to previous generation of computers, the fourth generation computer was more reliable. Heat generated is negligible. His heat produced from the fourth generation computers was able to be neglected or ignored. ഫോർത്ത് ജനറേഷൻ കാലത്തെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റുന്ന വളരെ ചെറിയ രൂപത്തിലുള്ള ഹീറ്റ് മാത്രമേ ആ കാലത്തെ കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ്, എയർ കണ്ടീഷനിങ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ മെനി കേസസ്. ഹീറ്റ് കുറവായിരുന്നു എന്നതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അധിക സമയങ്ങളിലും എയർ കണ്ടീഷന്റെ ആവശ്യം വന്നിരുന്നില്ല എന്നതും ഫോർത്ത് ജനറേഷന്റെ ഒരു പ്രത്യേകതയാണ്. മച്ച് ഫാസ്റ്റർ ഇൻ കമ്പ്യൂട്ടേഷൻ. മുൻകാല ജനറേഷനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ മച്ച് ഫാസ്റ്റർ ആയിരുന്നു. നെക്സ്റ്റ്, ഹാർഡ്വെയർ ഫെയിലിയർ ഈസ് നെഗ്ലിജിബിൾ ആൻഡ് ഹെൻസ് മിനിമൽ മെയിൻ്റെനൻസ് കോസ്റ്റ്. ഹാർഡ്വെയർ ഫെയിലിയർ ആകുന്ന സാഹചര്യം വളരെ അപൂർവമായിരുന്നു എന്നുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ചെലവ് കുറഞ്ഞ ഒരു കാര്യമായിരുന്നു. ദെൻ ഈസിലി പോർട്ടബിൾ ബിക്കോസ് ഓഫ് ദെയർ സ്മോൾ സൈസ്. ആ കാലത്തെ കമ്പ്യൂട്ടർ സ്മോൾ സൈസ് ആയിരുന്നു എന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് പോർട്ടിങ്ങിന് സാധിച്ചിരുന്നു. ദെൻ ടോട്ടലി ജനറൽ പർപ്പസ്. മുൻകാല കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കുകയും ആ കാര്യം ചെയ്യാൻ മാത്രം പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നുവെങ്കിൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ തന്നെ ടോട്ടലി ജനറൽ പർപ്പസിനായിരുന്നു. എല്ലാ ആവശ്യങ്ങളും ഒരേപോലെ നിർവഹിക്കാൻ സൗകര്യമായിരുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. നെക്സ്റ്റ്, മിനിമൽ ലേബർ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ അസംബ്ലി സ്റ്റേജ്. കമ്പ്യൂട്ടറിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളൊക്കെ അസംബിൾ ചെയ്ത് പ്രവർത്തിക്കാൻ മിനിമൽ ലേബർ കോസ്റ്റ് മാത്രമേ ആ കാലത്തെ കമ്പ്യൂട്ടറിന് ആവശ്യമായിരുന്നുള്ളൂ. നെക്സ്റ്റ്, ചീപ്പസ്റ്റ് എമംഗ് ഓൾ ജനറേഷൻ. പ്രീവിയസ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിരുന്നു. The major disadvantages of the fourth generation computer is the highly sophisticated technology is required for the manufacture of the VLSI chips. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പ്രധാനമായും VLSI ചിപ്പുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നു എന്ന് തന്നെ ആ VLSI ചിപ്പുകൾ നിർമ്മാണത്തിന് ഹൈലി സോഫിസ്റ്റിക്കേറ്റ് ടെക്നോളജി ആവശ്യമായിരുന്നു എന്നതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു ഡിഫക്റ്റ് ഉള്ളത്. VLSI വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പോൾ അത്തരം ഇന്റഗ്രേറ്റഡ് ആയ സർക്യൂട്ടുകളുടെ ചിപ്പുകളാണ് ഈ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പല കമ്പോണൻസ് ഉൾക്കൊള്ളുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പായിരുന്നു. അതായത് ഏകദേശം മില്യൺ കണക്കിന് ട്രാൻസിസ്റ്റേഴ്സുകളെ ഒരു ചിപ്പിൽ തന്നെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള സോഫിസ്റ്റിക്കേറ്റ് ടെക്നോളജിയുള്ള കമ്പനികൾക്ക് മാത്രമേ, അത്തരം ടാലന്റഡ് ആയ കമ്പനികൾക്ക് മാത്രമേ കമ്പ്യൂട്ടർ നിർമ്മാണത്തിൽ മുന്നിട്ട് നിൽക്കാൻ സാധിച്ചുള്ളൂ എന്നതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ജനറേഷൻ. Next we are going to discuss advantages of computers in fifth generation, and its period is 1985 to present time. The changes that have occurred since 1985 are plentiful. Computers have gotten tinier, more reliable and many times faster. 1985 ശേഷമുള്ള കമ്പ്യൂട്ടർ രംഗത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്ലെന്റിഫുൾ ആണ്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുരോഗതികൾ നമുക്ക് ഈ ഒരു പീരീഡിന് ശേഷം കണ്ടെത്താൻ പറ്റും. പ്രധാനമായും 1985 ശേഷമുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ വളരെ ടൈനിയറായി മാറി, വളരെ സ്മോളായി മാറി എന്നതാണ്. അതോടൊപ്പം അതിൻ്റെ റിസൾട്ടുകളൊക്കെ മോർ റിലയബിളായി മാറി. മറ്റൊരു പ്രധാനമായ ഒരു കാര്യം, മെനി ടൈംസ് ഫാസ്റ്ററായി. മുമ്പുള്ള ജനറേഷൻ കമ്പ്യൂട്ടറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഫാസ്റ്റർ ആയിരുന്നു ഫിഫ്ത്ത് ജനറേഷൻ മുതലുള്ള കമ്പ്യൂട്ടേഴ്സ്. ഫിഫ്ത്ത് ജനറേഷൻ പീരീഡിലെ കമ്പ്യൂട്ടർ രംഗത്തെ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്സിന്റെ ഉപയോഗമാണ്.
Computer graphics have gotten very powerful and are able to display full three-dimensional graphics at high resolution. ഫിഫ്ത്ത് ജനറേഷൻ മുതലുള്ള കമ്പ്യൂട്ടറുകളിൽ ഗ്രാഫിക്സിന്റെ ഉപയോഗം വളരെ പവർഫുള്ളായ രൂപത്തിൽ നടന്നു എന്നതാണ്. മാത്രമല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ 3 ഡയമെൻഷണൽ ഗ്രാഫിക്സ് വരെ, നമ്മൾ 3D എന്ന് പറയുന്ന ത്രിമാന രൂപങ്ങളിലുള്ള ഗ്രാഫിക്സുകളൊക്കെ ലഭ്യമായിരുന്നു, ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുടെ പ്രത്യേകത. NVIDIA and ATI are two companies in constant battle with one another to be the computer graphics hardware king. NVIDIA, ATI എന്ന രണ്ട് കമ്പനികൾ ഗ്രാഫിക്സ് ഹാർഡ്വെയർ നിർമ്മാണത്തിൽ കിങ്ങായി മാറാൻ നിരന്തരമായ മത്സരം ഉണ്ടാകുന്ന രൂപത്തിൽ, കോൺസ്റ്റന്റ് ആയ ബാറ്റിൽ ഉണ്ടാകുന്ന രൂപത്തിൽ അവരുടെ പ്രൊഡക്ഷൻ ഫിഫ്ത്ത് ജനറേഷനിൽ നടന്നിട്ടുണ്ടായിരുന്നു. The software industry has grown a lot as well, offering all kind of programs or almost anything you can think of. സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണം വളരെ ദ്രുതഗതിയിൽ വളർന്നു എന്നതാണ് ഫിഫ്ത്ത് ജനറേഷനിലെ മറ്റൊരു പ്രത്യേകത. എല്ലാത്തരം പ്രോഗ്രാംസുകളുടെയും സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസുകളുടെ സോഫ്റ്റ്വെയറുകളും ഫിഫ്ത്ത് ജനറേഷൻ മുതൽ ലഭ്യമായിരുന്നു എന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുടെ മറ്റൊരു പ്രത്യേകത. Microsoft Windows still dominate the operating system scene. In 1995, Microsoft released Windows 95 operating system, and in 1999, Apple revamped its operating system with the release of Mac OS X. നേരത്തെ നാം പറഞ്ഞതുപോലെ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഫിഫ്ത്ത് ജനറേഷൻ മുതൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വേൾഡ് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നതും. ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള വിൻഡോസ് 95 മൈക്രോസോഫ്റ്റ് വിൻഡോസ് 1995 റിലീസ് ചെയ്തു. എന്നാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് റിവാമ്പിംഗ് നടത്തി, ഇംപ്രൂവ് നടത്തി, റിന്യൂ നടത്തി, റിവൈസിംഗ് നടത്തിക്കൊണ്ട് ആപ്പിൾ എന്ന കമ്പനി 1999 മാക് OS എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്തു. Computers have become more and more online oriented in modern times, especially with the development of the World Wide Web. Popular companies like Google and Yahoo were started because of the internet. ഫിഫ്ത്ത് ജനറേഷനിലെ മറ്റൊരു വലിയൊരു അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളൊക്കെ ഓൺലൈൻ ഓറിയന്റഡ് ആയി മാറി എന്നതാണ്. ഓൺലൈനിൽ കൂടുതൽ കമ്പ്യൂട്ടർ രംഗം ഉപയോഗിക്കപ്പെട്ടു എന്നതാണ്. എസ്പെഷ്യലി വേൾഡ് വൈഡ് വെബിന്റെ ഡെവലപ്മെന്റോട് കൂടി, അതിന്റെ പ്രചരണത്തോടു കൂടി കമ്പ്യൂട്ടർ ഉപയോക്താക്കൾ, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടുതൽ ഓൺലൈൻ ഓറിയന്റഡ് ആയി മാറി എന്നതാണ് ഫിഫ്ത്ത് ജനറേഷനിലെ മറ്റൊരു അഡ്വാൻസ്മെന്റ്. അതുപോലെ ഇന്റർനെറ്റിന്റെ കൂടുതൽ വിശാലമായ ലഭ്യത കാരണമായി ഗൂഗിൾ, യാഹു പോലത്തെ കമ്പനികളൊക്കെ ലോകത്ത് സ്റ്റാർട്ട് ചെയ്തു എന്നതും ഫിഫ്ത്ത് ജനറേഷനിലെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നാം പറയുന്നത്. ഇതുവരെ നാം പറഞ്ഞത് ഫോർത്ത് ജനറേഷനിലെയും ഫിഫ്ത്ത് ജനറേഷനിലെയും കമ്പ്യൂട്ടർ രംഗത്തുണ്ടായ അഡ്വാൻസ്മെന്റും പുരോഗതികളും ഡെവലപ്മെന്റും ആണ്. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒരുപാട് പെയർ ഓഫ് ക്വസ്റ്റ്യനും അതുപോലെ എസ്സെക്ക് വരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രാധാന്യത്തോടു മനസ്സിലാക്കുകയും ഓരോ ജനറേഷനിലെയും അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി അത് കുറിച്ച് വെച്ചൊക്കെ നോട്ട് ചെയ്തൊക്കെ പഠിക്കണം. എന്നാൽ മാത്രമേ പെയർ ഓഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും നമുക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഫോർ ദ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി ഓർ ഇൻ കമന്റ് ബോക്സ്. Till the next class, goodbye.